Dears, welcome back. യെസ് മക്കളെ, അപ്പോൾ ഫൈനൽ റിവിഷന്റെ ടൈമിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. ബട്ട് കുറെ അധികം കുട്ടികൾ ഇപ്പോഴും കൺഫ്യൂഷനിലാർട്ടി. ഒരു ചാപ്റ്റർ തീർന്നിട്ടില്ല, അത് പ്രോബ്ലം ഉണ്ടോ, ഇനി ആ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ പഠിക്കും, അവർക്ക് വേണ്ടിയിട്ടാണ്. വെയിറ്റേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. ഓൾറെഡി നമ്മൾ വെയിറ്റേജും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. ബട്ട് നിങ്ങൾക്ക് ഫൈനൽ റിവിഷൻ നടത്തുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി കഴിഞ്ഞ ഓണം എക്സാമിന്റെയും അതിന് മുന്നത്തെ ഓണം എക്സാമിന്റെയും വെയിറ്റേജ് നമ്മളൊന്ന് പെട്ടെന്ന് പറഞ്ഞു തരാണ്. ചാപ്റ്റർ 1 സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ 1 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യനും 4 മാർക്കിന്റെ 2 ന്യൂമറിക്കൽസ് പോലുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഈ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ നമ്മൾ 1 മാർക്കിൻ്റെത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നാട്ടി ചാപ്റ്റർ 4 ഡി ആൻഡ് എഫിന് 2 ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ആണ് ചോദിച്ചത്. അപ്പൊ ഡി ആൻഡ് എഫ് ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? പക്ഷേ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡി ആൻഡ് എഫ് ഇല്ല എന്നുള്ള കാര്യം. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് ചാപ്റ്ററിൽ നിന്ന് വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 5 ചോദ്യങ്ങൾ കാണും, അതിൽ ഒരു ചാപ്റ്റർ എക്സ്ട്രാ ആയിട്ട് വരും. കാരണം ചിലപ്പോൾ ഡി ആൻഡ് എഫ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സൊല്യൂഷൻസ് എന്നായിരിക്കാം, ചിലപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്നായിരിക്കാം. അപ്പൊ ഈ ഒരു ചോദ്യം മാത്രമാണ് ഏകദേശം ഒരു കൺഫ്യൂഷൻ. ഏറ്റവും കൂടുതൽ മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ചാപ്റ്റർ ആയ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നും 18 മാർക്ക് മാത്രമാണ് ചോദിച്ചത്. പക്ഷേ ഏറ്റവും കുറഞ്ഞ മാർക്കിന് ചോദിച്ച ചാപ്റ്റർ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് സൊല്യൂഷൻ എപ്പോഴും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ തന്നെയാണ്. 21 മാർക്കിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം വന്നിരുന്നു. ഇത്തവണയും ഒരു 20 മാർക്കിന്റെ ചോദ്യം എന്തായാലും സൊല്യൂഷൻ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ സൊല്യൂഷൻ ആണ്. നെഗറ്റീവ് ഡിവിയേഷൻ എക്സാമ്പിൾ, പോസിറ്റീവ് ഡിവിയേഷൻ എക്സാമ്പിൾ, അസിയോട്രോപിക് മിക്സർ, ഇങ്ങനെയുള്ള കുറെ ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് ആ ചാപ്റ്ററിൽ ഉണ്ടാവും. പാസ് മാർക്ക് വേണ്ടവർ ശരിക്കും പറഞ്ഞാൽ സൊല്യൂഷൻ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചിട്ടുള്ളൂ, നിങ്ങൾ പോലും ടെൻഷൻ അടിക്കേണ്ട. പാസ് മാർക്ക് പക്ഷെ ആ ചാപ്റ്ററിൽ ഏത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റണം. പാസ് മാർക്കിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒറ്റ ചാപ്റ്റർ മതി. സൊല്യൂഷൻ കംപ്ലീറ്റ് അറിയാവുന്ന കുട്ടിക്ക്, ഒരു ന്യൂമറിക്കൽ പോലും തെറ്റാതെ മുഴുവൻ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന കുട്ടിക്ക് പാസ് മാർക്ക് ആ ചാപ്റ്ററിൽ തന്നെ കിട്ടും. അപ്പൊ ഒരു ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചാൽ തന്നെ പാസ് മാർക്ക് കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് സൊല്യൂഷൻ ആണ്. റെഡി? 3 ചാപ്റ്റർ പഠിച്ചാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫുൾ മാർക്ക്. അതെ, നമ്മളിപ്പോ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 3ഉം മാത്രം പഠിച്ചാൽ തന്നെ 60 ഇല്ലെങ്കിൽ ഒരു 59 മാർക്സിന്റെ എത്രയല്ലേ? എനിക്ക് 78 മാർക്ക് ടോട്ടൽ. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് അനുസരിച്ച് 1ഉം 3ഉം 4ഉം പഠിച്ച കുട്ടിക്ക് എന്ത് കിട്ടി? 60 മാർക്ക് ആ 3 ചാപ്റ്ററിൽ നിന്ന് തന്നെ കിട്ടി. അപ്പൊ ഒരു ചെറിയ വ്യത്യാസമേ വരത്തുള്ളൂ. ചില ചാപ്റ്ററിന് ചില വർഷം 18, അടുത്ത വർഷം 19 ആയിരിക്കും. അപ്പൊ 1 മാർക്കിന്റെ വ്യത്യാസമേ വരൂ. ഏത് 3 ചാപ്റ്റർ പഠിച്ചാലും ഒരു 59 to 60 മാർക്ക് ഷുവർ ആണ്. ബട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും ഇടാതെ പഠിക്കുക. ഇനി ഒരു മറ്റേ ചാപ്റ്ററിൽ 4ാം ചാപ്റ്റർ കുറച്ചൊന്നും പഠിച്ചാലും മതി അല്ലേ? അപ്പൊ ഇപ്പൊ 2 ചാപ്റ്റർ പഠിച്ചു വെച്ചിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക? അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാതെ അടുത്ത ചാപ്റ്ററിന്റെ PYQ മാത്രം, ബാക്കി 2 ചാപ്റ്ററിന്റെ PYQ മാത്രം ചെയ്ത് ഈ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുക. 3 ചാപ്റ്റർ പഠിച്ച കുട്ടികൾ ഈ ചാപ്റ്റേഴ്സ് നന്നായിട്ട് റിവൈസ് ചെയ്ത് 4ാമത്തെ ചാപ്റ്റർ വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ അതിന്റെ PYQ, മോസ്റ്റ് റിപ്പീറ്റഡ് PYQs കാണുക അല്ലേ? യെസ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ. ബൈ ബൈ.